അടുത്ത വേനലിനെയും അതിതീവ്ര മഴയെയും തുടർന്ന് തൃശൂർ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ തീരദേശ മേഖലകളിൽ വാഴക്കൃഷി നശിച്ചു. ഏത്തയും റോബസ്റ്റും അടക്കം 2000 വാഴകളാണ് പഴുപ്പുകയറി ഇലകരിഞ്ഞ അവസ്ഥയിലായത്. പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലകളിലെ വാഴക്കർഷകർ വലിയ ദുരിതത്തിലാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വച്ചും ആൾജാമ്യത്തിലും വൻ തുക വായ്പയെടുത്താണ് കർഷകർ കൃഷി ഇറക്കുന്നത്. പ്രളയകാലത്ത് തുടർച്ചയായി 2 വർഷവും കൃഷി നഷ്ടത്തിലായിരുന്നു. കഴിഞ്ഞ സീസണിൽ മാത്രമാണ് കർഷകർക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത്. ഈ പ്രതീക്ഷയിലാണ് കർഷകർ ഇത്തവണയും ഏത്തവാഴ കൃഷിയിൽ സജീവമായത്. കൃത്യസമയങ്ങളിൽ വെള്ളവും വളവും നൽകി പരിപാലിച്ചിട്ടും കടുത്ത വേനൽ ചൂടിൽ വാഴ പഴുത്ത് ഇല, തണ്ടുകൾ എന്നിവ ഉണങ്ങിക്കരിഞ്ഞ സ്ഥിതിയിലാണ്. കഴിഞ്ഞ തവണ കൃഷി വലിയ കിട്ടില്ലായിരുന്നെങ്കിലും ഈ തവണത്തെ അന്തരീക്ഷത്തിൻ്റെ ഒരു ചൂടും പിന്നെ 2 പ്രാവശ്യം വെള്ളം മുങ്ങി വാഴകൾ ഇങ്ങനെ ഒടിഞ്ഞും പോവുക ചെയ്ത് മേടമാസത്തിൽ തുടങ്ങിയുള്ള ചൂടിൽ ഒരു 400 വാഴ കംപ്ലീറ്റ് പണി കഴിഞ്ഞ വാഴയായിരുന്നു. വളവിടലും വള്ളികളിലും കഴിഞ്ഞ വാഴ ഒട്ടുമിക്കതും ഒടിഞ്ഞു പോയി. പെരിയാറിന്റെ തീരദേശങ്ങളിൽ കൃഷി ചെയ്തിട്ടുള്ള കർഷകരെയാണ് കൂടുതലായും ഇത് ബാധിച്ചിട്ടുള്ളത്. പുത്തൻവേലിക്കര തേലത്തുരുത്ത് വാർഡിൽ ഡോക്ടർ BR അംബേദ്കർ സ്വാശ്രയ കർഷക സമിതി കൃഷി ചെയ്തിട്ടുള്ള ഏത്തയും റോബസ്റ്റുമടക്കം 2000 ഏത്തവാഴകളാണ് പഴുപ്പ് കയറി ഇലകരിഞ്ഞ അവസ്ഥയിലുള്ളത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.